പ്രണവ് പറയുന്ന എല്ലാം ഒരു നടക്കത്തോടെയാണ് എബ്രാമും അന്നയും കേട്ടിരുന്നത്. ഒപ്പം തൻ്റെ മകൻ ചെയ്ത പല നെറികേടും സ്ക്രീനിൽ കൂടെ കണ്ടതും അവളുടെ ഹൃദയം നുറുങ്ങി. ഈ സമയം എബ്രാമിൻ്റെ മകനായത് ക്രിസ്റ്റിയുടെ സഹോദരൻ അവിടേക്ക് വന്നു. അപ്പയോടും അമ്മച്ചിയോടും ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഇത്ര വേഗം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തെറ്റായ നേട്ടങ്ങളാവും ഉണ്ടാകുമെന്ന്. അന്നെന്താ പറഞ്ഞ്? ക്രിസ്റ്റി അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടെന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു. അന്ന് കമ്പനിയിൽ നിന്ന് കാണാതെ പോ 50 ലക്ഷം, അതിൻ്റെ കണക്ക് എവിടെ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അത് ഞാനെടുത്തെന്ന പേരിൽ ആരോപിച്ച് തെളിവ് നിരത്തി. അതും അവൻ്റെ പ്ലാൻ തന്നെയായിരുന്നു. കാരണം ഞാൻ കമ്പനിയിലുണ്ടെങ്കിൽ അവൻ എല്ലാ കള്ളവും കണ്ടുപിടിക്കുമെന്ന് എന്നറിയാമായിരുന്നു. അന്ന് അതിൻ്റെ പേരിൽ തന്നെ ഈ വീട്ടിൽ നിന്നും തന്നെ അപ്പ പുറത്താക്കി. എന്നിട്ട് അവനെടുത്ത കാശ് അവന് തന്നെ തിരികെ വെച്ചു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടാണ് കമ്പനി വീണ്ടെടുത്തതെന്ന് പറഞ്ഞപ്പോൾ ആ കമ്പനി അവൻ്റെ പേരിലേക്ക് മാത്രമേ മാറ്റി എഴുതി കൊടുത്തു അല്ലേ? കാലുൻ പറഞ്ഞു. അയാളൊന്നും മിണ്ടിയില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും കൊല്ലാൻ മാത്രം അനുവദിച്ചു പോയി എൻ്റെ മോനും. അന്നാർത്ത് കരഞ്ഞു. തീർച്ചയായും. കാരണം സ്വന്തം സഹോദരനെയും അപ്പനെയും അമ്മയെയും വർഷങ്ങളായി ചതിക്കുന്നവനാണോ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ കഴിയാത്തത്? ഈ സമയം എബ്രാം ശ്വാസമെടുക്കാൻ കഴിയാതെ പിടിച്ചു. അപ്പ എന്ത് പറ്റി? കാൽവിൻ ആദിയോട് അയാളെ നോക്കി പറഞ്ഞു. ഈ സമയം അന്നയും തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് നിൽക്കാൻ കഴിയാതെ ആർത്ത് കരഞ്ഞു. കുറച്ച് കഴിഞ്ഞതും അയാളുടെ കണ്ണുകളടഞ്ഞു ബോധം മറിഞ്ഞ് അവിടെ വീഴുമ്പോൾ കാൽവിൻ അപ്പ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചതും ഒപ്പം അന്നയും പ്രണവിനെ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. അവൻ എബ്രാം കയ്യിൽ പിടിച്ചു. ഏട്ടാ, അങ്ങനെ ജീവനുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത്രയും പറഞ്ഞ പ്രണവ് പുറത്തേക്ക് പായുമ്പോൾ തൻ്റെ അപ്പയെ ഇരു കൈകളിലാക്കി എടുത്തുകൊണ്ട് കാൽവിൻ പിന്നിലായി ചെന്നു. ഒപ്പം അന്നയും. ഇയാൾ എബ്രഹാമിൻ്റെ? ഡോക്ടർ ചോദിച്ചു. കാൽവിൻ പറഞ്ഞു, മകനാണ്. അപ്പയ്ക്ക് എന്നെ പറ്റിയ ഡോക്ടർ? ആകെ കുഴപ്പമൊന്നുമില്ലല്ലോ. അറ്റാക്കാണ്, ആദ്യത്തേതായത് കൊണ്ട് തന്നെ ഇനി സൂക്ഷിക്കണം. ആൾക്കധികം ടെൻഷനൊന്നും കൊടുക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പ ഇപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യം അത് പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം ഞാൻ കുറച്ച് മെഡിസിൻ ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ അത് ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ കൊണ്ടുവരണം. എനിക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായും. 1 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും, അപ്പോൾ കാണാം. തൽക്കാലം ഇന്നൊരു ദിവസം ഇവിടെ കിടന്നാൽ നാളെ പോകാം നിങ്ങൾക്ക്. ഓക്കെ ഡോക്ടർ. ആദ്യം പറഞ്ഞ് കാൽവിൻ തിരിയുമ്പോൾ പ്രണവ് അവന് മുന്നിലേ വന്ന് നിന്നു. ഞാൻ കാരണം ഏട്ടൻ്റെ അച്ഛന് ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയതല്ല ഞാൻ. ആ സമയം പ്രണവ് കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഏയ്, എന്താ പ്രണവ് ഇത്? താൻ കാരണമൊന്നുമല്ല എൻ്റെ അപ്പയ്ക്ക് ഇങ്ങനെ വന്നത്. സ്വന്തം മകനെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ. പ്രണയിനെ അറിയുമോ? എന്നേക്കാൾ അപ്പ സ്നേഹിച്ചത് അവനെയായിരുന്നു. കുഞ്ഞിലെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ രണ്ടുപേരെയും വളർത്താൻ. അതുകൊണ്ട് തന്നെ അതെല്ലാം എന്നേക്കാൾ കൂടുതൽ കണ്ടു വളർന്ന അവനായതുകൊണ്ട് തന്നെ അവനോട് വല്ലാത്ത ഇഷ്ടം തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അവൻ തന്നെ എൻ്റെ അപ്പയ്ക്ക് ഇങ്ങനെ ഒരവസ്ഥയുണ്ടാക്കി. തൽക്കാലം ഇനി ഇതേപ്പറ്റി സംസാരിക്കേണ്ട എന്നെനിക്ക് തോന്നുന്നു. ഏട്ടൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? ഉണ്ട്. എങ്കിലും അപ്പയ്ക്ക് ബോധം വരുമ്പോൾ നീ ഉണ്ടാവണം പ്രണവ് ഇവിടെ. അത് കഴിഞ്ഞ് അപ്പ ഇതിൽ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് അറിയണം. അതുവരെ പ്രണവ് ഇവിടെ ഉണ്ടായേ പറ്റൂ. ഞാൻ ഉണ്ടാവും ഏട്ട. പാറുവിനത് 4 മാസം. പഴയ പോലെ അവൾ ആരിൽ നിന്നും മാറി നിൽക്കാതെ എല്ലാവർക്കൊപ്പം കൂടും. ഇടയ്ക്കിടെ സച്ചിയും ശ്രേയും വരും. അവർ കൂടെ വന്ന പിന്നെ അവർ കുറച്ചുകൂടെ ഉഷാറാവും. എങ്കിലും കുഞ്ഞ് അതവൾക്ക് ആരോടും പറയാനാവാത്ത വേദനയും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതോർത്ത് സങ്കടപ്പെട്ടില്ല. സങ്കടപ്പെടാൻ തിരിച്ചു കിട്ടാൻ പോകുന്ന കുഞ്ഞിയുടെ പൊതുജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ഭയം അവൾക്കുള്ളിൽ നുരിഞ്ഞു പൊന്തി. അല്ല പാറു, നീ എന്താ ഇപ്പൊ കാശേട്ടനെ പറ്റി ചോദിക്കാത്തത്? ഏട്ടനെ മിസ് ചെയ്യുന്നില്ല നീ? കാണാൻ തോന്നില്ല നിനക്ക്? ജെനി അവളുടെ തോളിൽ ചാരിയിരിക്കുന്ന പാറുവിനെ നോക്കി ചോദിച്ചു. അടുത്ത് തന്നെ കാവ്യ, ശ്രേയ, ദേവ് എന്നിവരുണ്ട്. അവർ 4 പേരും അവളെ തന്നെ ഉറ്റുനോക്കിയാണ്. പാറു എന്താണ് പറയാൻ പോകുന്നത് കേൾക്കാനായി. പാറുമല ജെനിയുടെ തോളിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവരെ 4 പേരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കാണാൻ തോന്നുന്നില്ല, സങ്കടമില്ല. എന്നെ തനിച്ചാക്കി പോയതല്ലേ. ആൾക്ക് എന്നെ കാണാതെ നിൽക്കാനാവുമെങ്കിൽ എനിക്കും അതിന് പറ്റും. ആൾക്ക് മാത്രമല്ല, എനിക്കുണ്ട് വാശി, ദേഷ്യമൊക്കെ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ മിണ്ടില്ല ഏട്ടത്തി? കാവ്യാണ്. ഇല്ല, പോകുമ്പോൾ എന്നോട് പറയാതെ പോയതല്ലേ, ഒരു വാക്ക് പോലും. അപ്പോൾ വരുമ്പോൾ ഞാൻ ചെന്ന് മിണ്ടേണ്ട കാര്യം എന്താണ്? അപ്പോൾ കാശേട്ടന് ഒരിക്കലും മിണ്ടില്ല പാറുവിനെ? ശ്രേയ ചോദിച്ചു. അതിനാവില്ല ഈ പാറുവിന്. അങ്ങനെയൊന്നും ഉണ്ടായ അതിൻ്റെ മരണം കൊണ്ട് മാത്രമേ കഴിയൂ. പിണങ്ങും കുറച്ച് ദിവസം, ചിലപ്പോൾ 1 2, അതിൽ കൂടുതൽ പോകില്ല. അതിനെനിക്കാവില്ല. പിന്നെ പിണക്കം പോലെ ഒരു മധുരമുള്ള പ്രതികാരം മാത്രമാണ്. എന്നെയും എൻ്റെ ഈ മോളെയും തനിച്ചാക്കി പോയില്ലേ, അതിന്. എനിക്കറിയാമായിരുന്നു നിനക്ക് ഒരുപാടൊന്നും ഏട്ടനോട് പിണങ്ങിയിരിക്കാനാവില്ലെന്ന് ജെനി പറഞ്ഞു. എന്തായാലും നിനക്കൊക്കെ അറിയാനുള്ളത് അറിഞ്ഞില്ലേ അല്ലേ?
എനിക്ക് എൻ്റെ മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് മോളെ മടിയൊന്ന് കാണിച്ച് കുറച്ചു നേരത്തേക്ക് എൻ്റെയും മോളുടെയും പില്ലോ ഇനി ഇതാ, ഞങ്ങൾക്ക് കുറച്ചൊന്ന് ഉറങ്ങണം. അത്രയും പറഞ്ഞ് ജെനിയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുന്ന പാറുവിനെ എല്ലാവരും സ്നേഹത്തോടെ നോക്കിയിരുന്നു. ഇതെന്താണ് പറ്റി? ആ പെണ്ണ് നമ്മുടെ ആൾക്കാരിവിടെ. കൃഷി ദേഷ്യത്തിൽ അവന് നേരെ ചീറി. ആ പെണ്ണിന് തൊടാൻ പോലും സമ്മതിച്ചില്ല അവന്മാർ. ആരെപ്പറ്റിയാണ് നീ പറയുന്നത്? അവർക്കൊപ്പം വന്ന 4 പേര്. ഓഹോ, അപ്പൊ എല്ലാവരും കളിക്കിറങ്ങി തന്നെയാണ് കളത്തിൽ നിൽക്കുന്നത്. നിന്റെ കൂടെ ഉണ്ടായിരുന്നവരും അവരൊക്കെ അടിച്ചു നുറുക്കിയിട്ടും അവന്മാർ എനിക്ക് മാത്രം അല്പം ജീവൻ തന്നു വിട്ടു. ഇവിടെ വന്ന് സത്യം പറയാൻ. എന്തായാലും സത്യം പറഞ്ഞല്ലോ നീ. ഇനി നിന്റെ ആവശ്യം എനിക്കില്ല. അത്രയും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വരഞ്ഞു. മുന്നിൽ കിടന്ന് പിടിഞ്ഞു ചാവുന്നതിന് അവൻ ദേഷ്യത്തിൽ നോക്കി നിന്നുകൊണ്ട് അലറി, കാശി, നിന്നെയും കൂടെയുള്ള ഒരുത്തനെയും വെറുതെ വിടലേ ക്രിസ്റ്റി. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന വൈകി കാണും നിലത്ത് മരിച്ചെടുക്കുന്ന ക്രിസ്റ്റിയുടെ കൂട്ടാളിയാണ്. ആ സമയം അവളിൽ ഭയം വന്നു. താൻ വന്ന സമയം ശരിയായിരുന്നില്ലെന്ന് ഓർത്തു. എന്നാൽ അത് പുറമെ കാണിക്കാതെ അവൾ അവന്റെ അരികിലേക്ക് ചെന്ന് നിന്നു. വീർ, അവൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ ചീറി. അവൾ 2 പിന്നിലേക്ക് വെച്ചു പോയിരുന്നു. നിനക്കെന്താ വേണ്ടത്? അത് പിന്നെ വല്ല പറയണ്ടെങ്കിൽ പറയാൻ തുലക്കയും ഡാഷും മോളെ. വീർ, നമ്മുടെ റാത്തൂർ 2 പേരും മരിച്ചു. വാട്ട്? അതൊരു അലർച്ചയായിരുന്നു. നീ എന്താ പറഞ്ഞ്? അവർ മരിച്ചെന്നു? അവൻ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അവളുടെ ചുമലോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, വീർ, എന്നെ വിടും, എനിക്ക് ശ്വാസം മുട്ടുന്നു. വൈകി വിക്കി ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അവൻ ആ നിമിഷം അവളെ പിന്നിലേക്ക് തള്ളി. അവൾ ശ്വാസം നേരാക്കിക്കൊണ്ട് കയ്യിലിരുന്ന ഫോണിൽ നിന്നും വീഡിയോ പ്ലേ ചെയ്തു അവന് നേരെ കാണിച്ചു. അതിൽ കണ്ട ഓരോ കാഴ്ചയും അവന്റെ കണ്ണിൽ ഭയം നിറച്ചു. എങ്കിലും അവസാനം അതൊരു പലരെയും ചുട്ടുകൊല്ലാനുള്ള തീയായി ആളിക്കത്തി. ഇല്ല കാശി, നിനക്കിനി ആയുസില്ല. വീർ, ഞാൻ പറയുന്ന ഇപ്പോൾ എടുത്ത് ചാടി ഒന്നും ചെയ്തെന്നാണ്. ഇത്രയും ചെയ്തിട്ട് അത് നമുക്ക് തന്നെ അവൻ അയച്ചു തന്നെങ്കിൽ ഏത് നിമിഷം നമ്മളെയും അവൻ. എന്താ, നിനക്ക് ഭയമുണ്ടോ വൈക? അങ്ങനെയില്ല വീർ, പിന്നെ എങ്ങനെയാണ്? എനിക്ക് ഭയമല്ല, ഭയക്കേണ്ട കാര്യമില്ല. അവൻ്റെ ആ പീറെ കൊച്ചാ നഷ്ടമായത്, പിന്നെ പകരം എനിക്ക് നഷ്ടമായതോ. അതുകൊണ്ട് അവൻ ആ കാശി കണക്ക് പറഞ്ഞ് മതിയാവും. അവൻ്റെ അവസാനം അതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയം ക്രിസ്റ്റിയുടെ ഫോൺ റിങ് ചെയ്തു. അവനത് വേഗം അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു. ഞാൻ വരാം ഇപ്പോൾ തന്നെ. ആരാ വീർ? റാം സിംഗ്. അദ്ദേഹം അറിഞ്ഞോ മക്കൾ മരിച്ചത്? അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ വിളിച്ചത്. വീർ, ഇപ്പോൾ അങ്ങോട്ട് പോകുവാണോ? അതെ. എങ്കിൽ ഞാനും വരട്ടെ. എന്തിന്? ഇവിടെ ഒറ്റയ്ക്ക്? എന്താ, പേടിയാണോ? അതല്ല, ഞാൻ തൽക്കാലം നീ വരേണ്ടതില്ല, ഇവിടെ നിന്നാ മതി. അപ്പ ഇപ്പം എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കണ്ണുകൾ തുറന്ന് ബെഡിൽ കാൽവിൻ സഹായത്തോടെ എഴുന്നേറ്റിരിക്കുന്ന എബ്രാമിനെ കാൽവിൻ ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോനെ, ഞാൻ ഓക്കെയാണ്. ആ പയ്യനെന്തേ? ഞാനിവിടെ ഉണ്ട്. കാൽവിൻ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രണവ് പറയുമ്പോൾ അയാൾക്ക് അടുത്തായി തന്നെ അന്നയിരിപ്പുണ്ടായിരുന്നു. മോൻ ഇപ്പോഴും വന്നിരുന്നില്ലെങ്കിൽ ഞാൻ എന്നും അന്ധമയിരിട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ മകനെ വിശ്വസിച്ചാണ്. പ്രണവൊന്നും മിണ്ടിയില്ല. ഇത്രയും നാൾ പലരുടെയും ജീവൻ ഇല്ലാതാക്കിയ എൻ്റെ മകനുണ്ടാക്കിയ രക്തക്കരയുള്ള പണത്തിൻ്റെ മേലെയാണല്ലോ ജീവിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുന്നു. സ്വന്തം മകൻ കാരണം ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരു പിഞ്ചു കുഞ്ഞു പോലും ഈ ലോകത്തു നിന്നും അവൻ്റെ കരങ്ങൾ കൊണ്ട് കൊന്നെന്നറിഞ്ഞപ്പോൾ അവൻ്റെ ജന്മം കൊടുത്ത ഞങ്ങളെ തന്നെ കൊന്നു കളയാൻ തോന്നുക. അങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് പ്ലീസ്. ഏതൊരമ്മയും മക്കളോടത്ത് സന്തോഷിക്കും. ഇന്ന് 10 മാസം അവന് ഞാൻ ചുമന്നേ പറ്റി. എൻ്റെ ഈ പെറ്റ വയറിനെ പോലും ശപിച്ചു പോകുക മോനെ. ഞാൻ അന്നയും പറഞ്ഞു, എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. അവൾക്കും എനിക്ക് ഒരു മകനേ ഉള്ളൂ. അതീ നിൽക്കുന്ന കാൽവിനാണ്. അതിനു മുമ്പ് അവൻ്റെ പണം കൊണ്ടുണ്ടാക്കിയ എല്ലാം എനിക്ക് വലിച്ചെറിഞ്ഞു. ഞാനുണ്ടാക്കിയ സ്വത്തിൽ ജീവിക്കണം. ഒപ്പം അവൻ്റെ മരണം അത് കാണണം. അവന് ചത്തുപോകാൻ ആഗ്രഹിക്കുവാൻ ഞാൻ ഒന്ന് കൊന്നു തരും അവനെ. ഇല്ലെങ്കിൽ വേണ്ട, പറഞ്ഞാൽ മതി. ജന്മം കൊടുത്ത ഞാൻ തന്നെ അവനെ കൊന്ന് ആ പാപക്കര കൈകി കളയാം. തൽക്കാലം റെസ്റ്റ് എടുക്ക്. ഡോക്ടർ അധികം ടെൻഷൻ എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ഇവിടെ നേരെ വീട്ടിലേക്കല്ല പോകേണ്ടത് നമ്മൾ. പിന്നെ എങ്ങോട്ടപ്പോൾ പോകേണ്ടത്? സേവിയറുടെ അടുത്തേക്ക്. അതിനുശേഷം വീട്ടിലേക്ക് പോകാം. കാരണം സത്യം അവരും അറിയണം. ഇല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ചതിൽ അവരും വെണ്ണീറായിരുന്നിരിക്കാം. അല്ല, ഇതാരാ? എബ്രാമിച്ചാനോ? സേവിയർ അയാളെ കണ്ടത് സ്നേഹത്തോടെ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. സണ്ണിയും സ്റ്റീഫനൊക്കെ എന്തേ? അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ വിളിക്കാം. അതിനു മുന്നേ വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വായോ. ഞാൻ ഒറ്റയ്ക്കല്ല,
അന്നയും കാൽവിനുണ്ട് കൂടെ. കാൽവിൻ വന്ന് തിരിച്ച് വരാതെ ഇവിടെ പോകാൻ, അവൻ എൻ്റെ മോനല്ലേ, അത് നന്നായി. അപ്പൻ്റെയും മകൻ്റെ ഇടയിലെ പിണക്കുകൾ മാറി, രണ്ടാളും ഒരുമിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഈ സമയം കാൽവിൻ അങ്ങോട്ട് വന്നു. ഒപ്പം മന്നയും. അവർ മൂവരും അകത്തേക്ക് കയറി. കാൽവിനോട് വിശേഷങ്ങൾ ചോദിച്ച ശേഷം സണ്ണിയും സേവിയറിനെയും അയാൾ വിളിച്ചത്. ആ നേരത്തെ തന്നെ സേവിയറുടെ അമ്മ മറിയ, ഒപ്പം ഭാര്യ ലിസ, സ്റ്റീഫൻ വൈഫ് അന്ന, സ്റ്റീഫൻ, ഒപ്പം സണ്ണി വൈഫ് കത്രീം അവിടേക്ക് വന്നു. എന്തായാലും ഞാൻ ആഗ്രഹിച്ചു കാണാമെന്ന് എല്ലാവരും മുമ്പിലുള്ള സ്ഥിതിക്ക് ഇനി വന്ന കാര്യം പറയല്ലേ. എബ്രാം അത് പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കിയ ശേഷം എന്തെന്ന രീതിയിൽ അയാളെ നോക്കി. നമുക്ക് തെറ്റ് പറ്റിയട സേവിയറെ. ഇച്ഛനത് എന്താ പറയുന്നേ? എന്ത് തെറ്റ് പറ്റിയെന്നാ എനിക്ക് അങ്ങോട്ട് പിടികിട്ടണില്ല. എൻ്റെ മകൻ ക്രിസ്റ്റി, അവല്ലേ നമ്മുടെ വിശ്വാസം, അത് തെറ്റായിരുന്നു. ഇച്ഛായ നമ്മുടെ ക്രിസ്റ്റി മോനെ പറ്റി തന്നെയാണോ പറയുന്നത്? അതെ, എൻ്റെ മകൻ ക്രിസ്റ്റിയെ പറ്റി തന്നെ. അത്രയും പറഞ്ഞ് അയാൾ പ്രണയിൽ നിന്നും മറിഞ്ഞ എല്ലാ കാര്യങ്ങളും അവരെല്ലാവരെയും പറഞ്ഞ് കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോൾ എല്ലാവരിലും ഒരു തരം മരവിപ്പും നടുക്കവുമായിരുന്നു. ഇച്ഛായ, ക്രിസ്റ്റി, അവൻ ഇത്രയ്ക്ക് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാനിതൊന്നും അറിയാതെ ഇപ്പോഴും ജീവിച്ചേനെ. ആ മോന് വന്ന സത്യങ്ങൾ പറഞ്ഞു എൻ്റെ കണ്ണ് തുറപ്പിച്ചില്ലായിരുന്നെങ്കിൽ സ്വന്തം മനുഷ്യനെ പോലും അവൻ്റെ നേട്ടത്തിന് അവൻ്റെ അപ്പനും അമ്മയ്ക്ക് മുന്നിൽ കള്ളൻ എന്ന മുദ്ര കുത്തി ഞങ്ങളെ കൊണ്ട് തന്നെ ആട്ടിയിറക്കിപ്പിച്ചവനാണ്. മറ്റുള്ളവരുടെ കണ്ണുനീർ കണ്ട് മനസ്സലിയുന്നത് അവൻ പണം കൊണ്ടുണ്ടാക്കിയതെല്ലാം ഓരോരുത്തരുടെയും ചോര വീഴ്ത്തിയാണെന്ന് അറിയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറുപ്പും വെറുപ്പും തോന്നുക. ഇങ്ങനെ ഒരു മകനെ സൃഷ്ടിച്ചല്ലോ എന്നും അവൻ കാരണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരിച്ചു വീണെന്ന് കേട്ടതും ബാക്കി പറയാനാവാതെ അയാൾ തളർന്നു. അപ്പ ഡോക്ടർ പറഞ്ഞല്ലേ സ്ട്രെയിൻ എടുക്കരുതെന്ന്. അയാൾ അവിടെയുള്ള സോഫയിൽ ഇരുത്തിയ ശേഷം കാൽവിൻ പറഞ്ഞു. എല്ലാം അറിഞ്ഞും അച്ഛൻ തളർന്നു വീണു. അറ്റാക്കായിരുന്നു. റെസ്റ്റോറൻറ്റ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ വന്ന സത്യങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്ന് അപ്പയുടെ വാശിയായിരുന്നു. ആരാ നിങ്ങളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞത്? ഈ സമയം കാൽവിൻ പുറത്തേക്ക് നോക്കി വിളിച്ചു. പ്രണവ്. ഈ സമയം കാൽവിൻ പുറത്തേക്ക് നോക്കി വിളിച്ചു. പ്രണവ്. ഈ സമയം പ്രണവ് അകത്തേക്ക് കയറി വന്നു. അത്രയും നേരം എബ്രാമിൻ്റെ അവസ്ഥയിൽ കേട്ട കാര്യങ്ങൾ തളർന്നിരുന്ന സേവിയർ, സ്റ്റീഫൻ, സണ്ണി എന്നിവർ മുഖത്ത് പ്രണവിനെക്കാട്ടും ദേഷ്യം നുരഞ്ഞു പൊന്തി. ഓ, ഇവനാണോ പറഞ്ഞത്? ഈ മോൻ പറയുന്ന ഈ ചാനൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവനാ പാർവതി എന്ന മോളെ ആങ്ങളെയാണ്. അവൾ ഒറ്റ ഒരുത്തിയാണ് ജീനി. ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ച് മറ്റൊരുത്തിനൊപ്പം പോകാൻ കാരണം അങ്കിൾ എന്താ ഇപ്പോഴും കണ്ണടിച്ച് ഇരുട്ടിലാക്കാൻ നിൽക്കുവാണോ? ഇപ്പോഴും ക്രിസ്റ്റി എന്ന എൻ്റെ ഏട്ടനെയാണോ അങ്കിൾ വിശ്വസിച്ചിരിക്കുന്നത്? നിനക്കറിയാമോ കാൽവിൻ, ക്രിസ്റ്റി മോൻ മുംബൈ പോയെങ്കിലും ഞങ്ങളെ വിളിക്കും. മോൻ്റെ ഒരു ഫ്രണ്ടാണ് ജെനിയെ മറ്റൊരുത്തരൊപ്പം കണ്ടെന്ന് പറഞ്ഞ് ക്രിസ്റ്റി അറിയിച്ചത്. മോൻ അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ മകൾ മറ്റൊരുത്തിനൊപ്പം. അയാൾ അത്തരം പറഞ്ഞ പ്രവീണിനെ ദേഷ്യത്തിൽ നോക്കി. അങ്കിളുടെ മകൾ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. അവൻ ജെനിയെ കെട്ടാൻ തുനിഞ്ഞത് പോലും അവൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ മറ്റുള്ളവർക്ക് അവരെ കാഴ്ചവെക്കാനായിരുന്നു അവൻ്റെ പണി, അതും അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി. അങ്ങനെ അവൻ കാഴ്ചവെച്ച പെണ്ണായിരുന്നു വൈഗ, പാർവതിയുടെ ഭർത്താവ്, കാശിയുടെ മുൻകാല ഭാര്യ. അന്ന് അവളുടെ അന്ധമായ സ്നേഹത്തിൽ അവന് വീണു. അവസാനം കുഞ്ഞായതും അവൾ പൊടി തട്ടിപ്പോയി. അവസാനം കുഞ്ഞിനെ വരെ അവളും അവനും ചേർന്ന് കൊന്നുകളഞ്ഞില്ലേ. സേവർക്കൊപ്പം ആ കുടുംബം മൊത്തം വീണ്ടും നടുങ്ങി. ക്രിസ്റ്റി അവൻ ഇത്രയും ദുഷ്ടനായിരുന്നു എന്ന് ഓർത്തു. അങ്ങനെ ഇനിയും വിശ്വാസമായില്ലെങ്കിൽ എല്ലാം ഈ ഫോണിലുണ്ട്. അവൻ ചെയ്ത പലതും നെറികെട്ട വൃത്തികേടിന്റെ വീഡിയോസ്. ഓരോ വീഡിയോസും നടക്കത്തോടെയാണ് സേവിയറും കുടുംബം കണ്ടത്. അത് കണ്ട് തീരുമ്പോൾ അവർക്ക് ക്രിസ്റ്റിയെ ചുട്ടരിക്കാൻ തോന്നി.